ഒരു സമൂഹത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ്സായ കുടുംബങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും. കുടുംബങ്ങൾ എത്രയും സ്ട്രോങ് ആണോ അതുപോലെ തന്നെയായിരിക്കും സമൂഹത്തിൻ്റെ സ്ട്രെങ്തും. അപ്പോൾ സമൂഹത്തിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് മിക്കവാറും കുടുംബങ്ങളുടെ വാല്യൂ. നമുക്ക് ഒരു നല്ല സമൂഹം വേണമെങ്കിൽ നല്ല കുടുംബങ്ങളുണ്ടാവണം. ഒരു കുടുംബം ആരംഭിക്കുന്നത് ഒരു യുവാവും യുവതിയും വിവാഹ നിശ്ചയം ചെയ്യുക, അവർ റിങ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ്. അത് മിക്കവാറും എല്ലാ സമൂഹത്തിലും സമുദായത്തിലും അത് തന്നെ. ഈ റിങ് മിക്കവാറും ഗോൾഡ് കൊണ്ടുണ്ടായിരിക്കും. അതിൻ്റെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് ഈ ഗോൾഡ്? കാരണം ഈ ഗോൾഡിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല തിളക്കമുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരു പ്രകൃതി ശക്തിക്കും അതിനെ മാറ്റിമറിക്കാൻ, അതിൻ്റെ ക്വാളിറ്റി കളയാൻ സാധിക്കത്തില്ല. മാത്രമല്ല, ഈ വിവാഹ റിങ് ശ്രദ്ധിച്ചാൽ അറിയാം, അതൊരു പ്ലെയിൻ റിങ്ങാണ്. അതിനകത്ത് കൊത്തുപണികളോ കല്ലുകളോ ഒന്നും കാണത്തില്ല, പ്ലെയിൻ റിങ്ങാണ്. ചിലപ്പോൾ ഞാൻ ചിന്തിച്ചു വൈ ദാറ്റ് ഈസ് സോ. അതിൻ്റെ ഒരു ഉത്തരം എൻ്റെ മനസ്സിൽ വന്നത്, ഇറ്റ്സ് ആൻ ഇൻഫിനിറ്റ് തിങ്. അത് ഒരിക്കലും ആദ്യം അന്തവും ഇല്ലാത്തൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിവാഹം എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളായിരിക്കാം ഈ പ്ലെയിൻ റിങ്. അതിരിക്കട്ടെ, വിസിബിളായിട്ടുള്ള ഈ റിങ്ങിൻ്റെ പിന്നിൽ ഇൻവിസിബിളായിട്ടുള്ള 3 റിങ്സ് ഉണ്ടെങ്കിലേ ഈ കുടുംബജീവിതം ഫലവത്തായിട്ടുള്ളൂ. അത് ആ 3 റിങ്ങുകൾ കെയറിങ്, ഷെയറിങ് ആൻഡ് സഫറിങ്. അങ്ങനെ ഈ 3 റിങ്ങുകൾ ഏത് കുടുംബജീവിതത്തിനും അതിൻ്റെ പിന്നിൽ അദൃശ്യമായിട്ട് കാണണം. ഒന്നാമത്തെ റിങ് കെയറിങ്. കുടുംബത്തിൽ മാത്രം ആരംഭിക്കുന്ന ഒരു കാര്യമാണ് കെയറിങ്. ബ്രദേഴ്സ് തമ്മിൽ, പേരൻസ് തമ്മിൽ, കുട്ടികൾ, മാതാപിതാക്കൾ എല്ലാം ദേ ഷുഡ് ബി കെയറിങ് ഈച്ച് അതർ. എനിക്ക് തോന്നുന്നു കെയറിങ്ങിൻ്റെ ആദ്യ പാഠം നമ്മൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്ന്. അതാണ് പിന്നീട് നമ്മൾ സമൂഹത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഈ കെയറിങ് എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ കെയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു പോപ്പിനെ കുറിച്ചാണ്. ഇന്ന് നമുക്കറിയാം, പുതിയ പോപ്പ് എലക്റ്റഡായിട്ട് നമ്മൾ വലിയ ക്രിസ്ത്യൻ സമൂഹം തന്നെ, ലോകം തന്നെ വലിയ സന്തോഷത്തിലിരിക്കുന്ന അവസരമാണ്. പല പോപ്പുമാരെയും കാണാനും പഠിക്കാനും ഒക്കെ അവസരമുണ്ടായിരുന്നു. നേരിട്ടല്ല, ആകെ ഞാൻ ഒരു പോപ്പിനെ കണ്ടിട്ടുള്ളൂ നേരിട്ട്, ജോൺ പോൾ II. അദ്ദേഹം കോട്ടയത്ത് വന്നപ്പോൾ ഞാൻ കണ്ടു. എനിക്ക് വലിയ ഇഷ്ടമുള്ള, ഞാൻ ഒരു മനസ്സിൽ ആരാധിക്കുന്ന ഒരു പോപ്പാണ്, പല കാരണങ്ങൾ കൊണ്ട്. അദ്ദേഹത്തെ നേരിട്ട് കാണാനും അദ്ദേഹം വന്നപ്പോൾ, കോട്ടയത്ത് വന്നപ്പോൾ ജനാവലിക്കൊപ്പം നിന്ന് അദ്ദേഹത്തെ കാണാനൊക്കെ ആശീർവാദം വാങ്ങിക്കാനൊക്കെ വലിയ ഭാഗ്യമുണ്ടായി. ഇറ്റ് വേ ബാക്ക് ഇൻ 86 ഐ തിങ്ക്. അപ്പോൾ ഈ ജോൺ പോൾ II കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ജോൺ പോൾ II ഒരു വലിയ കുടുംബത്തിൽ പിറന്ന് വലിയ സെമിനാരിയിലൊക്കെ പോയി പഠിച്ച് സമുന്നതനായ പോപ്പായി എന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, വൺ മാൻ ആർമി വായിച്ചപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. കാരണം ജോൺ പോൾ II ഒരു അനാഥനായിരുന്നു. 5-ാം വയസ്സിൽ അമ്മ മരിച്ചു, 10-ാം വയസ്സിൽ അപ്പൻ മരിച്ചു. തീർത്തും അനാഥനായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹത്തെ വളർത്തിയത് അദ്ദേഹത്തെക്കാൾ 12 വയസ്സ് കൂടുതലുള്ള അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിരുന്നു. പോപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ലോകത്തിൻ്റെ യാതൊരു വേദനയും ദുഃഖവും അറിയിക്കാതെ എന്നെ വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ. പോപ്പ് പിന്നീട് ആ പുസ്തകത്തിൽ, വൺ മാൻ ആർമിയിൽ അദ്ദേഹം പറയും, ഞാൻ കരുതലിൻ്റെയും കെയറിങ്ങിൻ്റെയും പാഠങ്ങൾ പഠിച്ചത് സെമിനാരിയിലെ പുസ്തകങ്ങളിൽ നിന്നല്ല, മറിച്ച് പോളണ്ടിലെ തണുത്തുറഞ്ഞ രാവുകളിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നിശബ്ദനായി വന്ന് എൻ്റെ ദേഹത്ത് എന്നെ പുതപ്പിച്ചേച്ച് നിശബ്ദനായി നടന്നു പോകുന്ന എൻ്റെ ജ്യേഷ്ഠനിൽ നിന്നാണ് ഞാൻ കെയറിങ്ങിൻ്റെ പാഠങ്ങൾ പഠിച്ചതെന്ന് ജോൺ പോൾ II അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നീട് ജോൺ പോൾ തിരുമേനി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഡോക്ടറായിരുന്നു. തന്നെക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞു, ഡോക്ടറായിരുന്നു. അദ്ദേഹം ഏതോ ഒരു മെഡിക്കൽ ക്യാമ്പിൽ പോയി ഇൻഫെക്റ്റഡായി 32-ാമത്തെ വയസ്സ് മരിച്ചു. ജോൺ പോൾ II പറഞ്ഞു, ഞാൻ തീർത്തും അനാഥനായി. ലോകത്തിലെനിക്ക് ആരുമില്ല. ഞാൻ എൻ്റെ ഗുരുവിനോടും ദൈവത്തോടും ചോദിച്ചു, എന്തിനാണ് എനിക്ക് ഈ അനാഥത്വം? എനിക്ക് ലഭിച്ച മറുപടി, ഈ ലോകത്തിലെ എല്ലാ അനാഥനും സഹോദരനാകാനായിട്ടാണ് നിനക്ക് ഈ അനാഥത്വം എന്നാണ് ലഭിച്ച മറുപടി. ജോൺ പോൾ II പറയുന്നു,
കൽക്കരി ഖനിയിൽ വേല ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു കൽക്കരി കമ്പനിയിലെ തൊഴിലാളിയായിരുന്ന സമയത്ത് തന്നേക്കാൾ മൂത്ത വളരെ പ്രായം ചെന്ന ഒരു സഹപ്രവർത്തകൻ തണുത്ത് വിറയ്ക്കുന്ന കണ്ടപ്പോൾ തൻ്റെ ഷർട്ടൂരി ആ പ്രായമായ തൊഴിലാളിയെ അണിയിച്ചപ്പോൾ തൻ്റെ ജ്യേഷ്ഠൻ്റെ വാത്സല്യമാണ്, തൻ്റെ ജ്യേഷ്ഠൻ്റെ ആ ഒരു കെയറാണ് തന്നെ അതിന് പ്രേരിപ്പിച്ചതെന്ന് ജോൺ പോൾ സെക്കൻഡ് പറഞ്ഞു. മാത്രമല്ല, ഒരു കാര്യമില്ലാതെ തന്നെ വെടിവെച്ചിട്ട മനുഷ്യനെ ജയിലിൽ പോയി കണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് സഹോദര എന്ന് വിളിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയതും ഈ ഒരു സഹോദരൻ്റെ സ്നേഹമാണ്, കെയറിങ്ങാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആദ്യത്തെ റിങ് കെയറിങ്, അത് നമുക്ക് പഠിക്കേണ്ടത് ഭവനങ്ങളിൽ നിന്നാണ്. രണ്ടാമത്തെ റിങ് എന്ന് പറയുന്നത് ഷെയറിങ് എന്ന് പറയുന്ന ഒരു വലിയൊരു ക്വാളിറ്റി, അത് നമ്മൾ പഠിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ 5-6 മക്കളുള്ള സമയത്ത് ഐ നോ ദറ്റ് വി ഷെയർഡ് ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ സമയം എല്ലാം ഞങ്ങൾ വി ഷെയർഡ്. അപ്പോൾ ഷെയറിങ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്കിത് നഷ്ടപ്പെട്ടു പോകുന്നൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ സെക്കൻഡ് റിങ് ഈസ് ഷെയറിങ്. അപ്പം ഈ ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, ഷെയറിങ് when joys are multiplied by sharing and sorrows are divided. ഷെയർ ചെയ്യുന്ന സമയത്ത് ആഹ്ലാദങ്ങൾ വർദ്ധിക്കുകയും ദുഃഖങ്ങൾ പങ്കിടപ്പെടുകയും ചെയ്യുന്നു എന്നൊരു ചൊല്ലുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും ദുഃഖങ്ങൾ ഷെയർ ചെയ്യാനോ സന്തോഷങ്ങൾ പങ്കിടാനോ അവസരം ലഭിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം പല കുട്ടികളും വഴിതെറ്റിപ്പോകുന്നത്. മാതാപിതാക്കൾക്ക് അതിനുള്ള സമയമോ അതിനുള്ള സൗകര്യവുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഷെയറിങ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ദ സെക്കൻഡ് റിങ് ഒരു ഫാമിലിയിൽ പഠിക്കേണ്ട, ഒരു ഫാമിലിയിൽ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ അത് അനുവർത്തിക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഷെയറിങ്. ഞാൻ അടുത്ത കാലത്തല്ല, കുറച്ച് നാൾ മുമ്പ് റീഡേഴ്സ് സൈസിലൊരു ചെറിയൊരു നോട്ട് വായിച്ചു. അതിങ്ങനെയാണ്, അത് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരമ്മ, ചെറിയ അമ്മയാണ്, 3-4 കുസൃതികളുമായിട്ടിങ്ങനെ ട്രെയിനിൽ പോവുകയാണ്. ഭയങ്കര കുസൃതി, 4-5 വയസ്സുള്ള പിള്ളേരാണ്. ഒരുത്തനെ പിടിച്ചിരുത്തുമ്പോൾ അടുത്തവനെ ഓടും. അങ്ങനെ ആ അമ്മ വിഷമിക്കുക. അപ്പോൾ അടുത്തിരുന്ന ഒരു മനുഷ്യൻ ചോദിച്ചു, ഹൗ ക്യാൻ യു ഷെയർ യുവർ ലവ് എമംഗ് ദീസ്, ഹൗ ക്യാൻ യു ഡിവൈഡ് യുവർ ലവ് എമംഗ് ദീസ് ചിൽഡ്രൻ. അപ്പോൾ ആ അമ്മ പറഞ്ഞ മറുപടി, I am not dividing, I am multiplying. So that's what we have to do. Whenever we share our resources, our qualities, our time, our energy, our money, we know that everything gets multiplied. That's the importance of sharing. മൂന്നാമത്തെ റിങ് എന്ന് പറയുന്നത് സഫറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇപ്പോൾ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ മേലാത്തൊരു ക്വാളിറ്റിയാണ് സഫറിങ്. പഴയ ജനറേഷനിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ്. അമ്മമാർ, പ്രത്യേകിച്ച് അമ്മമാർ, അവരുടെ സഫറിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യു മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്തുമാത്രം സഫർ ചെയ്താണ്. ബിക്കോസ് അവരുടെ സഫറിങ്ങാണ് മിക്കപ്പോഴും മക്കളെയൊക്കെ ഒരു നല്ല നിലയിലും ഒരു വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ സഫറിങ്, അമ്മമാരുടെ സഫറിങ്ങാണ്. ഞാൻ സഫറിങ്ങിൻ്റെ അത്യുജ്വലമായ പല ഇൻസിഡൻസസും പറയാനുണ്ട്. ഒന്നും ഞാൻ സമയപരിമിതി കൊണ്ട് പറയുന്നില്ല. ഞാൻ ഏറ്റവും എന്നെ ഒരു പരിധിവരെ കണ്ണീരണിയിച്ച ഒരു സഫറിങ് വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ആഫ്രിക്കയിൽ, ഇത് വർണ്ണ വിവേചനം നടക്കുന്ന കാലഘട്ടമാണ്. വെള്ളക്കാർ കറുത്തവരുടെ മേൽ ചെയ്യുന്ന ക്രൂരതകളുടെയൊക്കെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ ഒരു അനുഭവം വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം എഴുതിയ അനുഭവ കഥയും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഈ തോട്ട്സ് അവസാനിപ്പിക്കുകയാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞു, അദ്ദേഹം ഫ്രാൻസിൽ എന്തോ കവികളുടെ സമ്മേളനത്തിന് പാരീസിൽ പോയി. അവിടെ അദ്ദേഹം ഒരു ബുക്ക് ഷോപ്പിൽ നിൽക്കുമ്പോൾ പ്രായമായ ഒരു സൗത്ത് ആഫ്രിക്കൻ അമ്മ, ഒരു നീഗ്രോ, അവിടെ വന്നു. യാദൃശ്യമായിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ഗാന്ധിയുടെ നാട്ടിൽ നിന്നറിഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. വർത്തമാനമൊക്കെ പറഞ്ഞ്, എൻ്റെ വീട് അടുത്താണ്, മകളുടെ കൂടെയാണ് താമസിക്കുന്നത്, എൻ്റെ കൂടെ വന്നൊരു കപ്പ് ഓഫ് കോഫി ഷെയർ ചെയ്യണമെന്ന് ചുള്ളിക്കാടിനോട് പറഞ്ഞു. അദ്ദേഹം ആ അമ്മയുടെ
ക്ഷണം സ്വീകരിച്ച് ആ വീട്ടിൽ ചെന്ന് അവിടെ ഭയങ്കര തണുപ്പാണ്. അമ്മ ഗ്ലൗസ് ഊരിയപ്പോൾ, ഗ്ലൗസ് ധരിച്ചിരുന്നു, തണുപ്പ് കാരണമായിരിക്കാം, ഗ്ലൗസ് ഊരിയപ്പോൾ 3 വിരലുകൾ, ഇടത് കൈയിൽ 3 വിരലുകൾ കാണുന്നില്ല. ചുള്ളിക്കാട് ചോദിച്ചു, അമ്മ ഇതെന്ത് പറ്റി, വല്ല അപകടമാണോ? അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് അപകടമല്ല, ഞാൻ സൗത്ത് ആഫ്രിക്കയിലായിരുന്ന സമയത്ത് എനിക്ക് എന്തിനും പോരുന്ന 3 ആൺമക്കളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു രാത്രിയിൽ വെള്ളക്കാട് പോലീസിൻ്റെ മൂത്ത മകനെ തിരഞ്ഞു വന്നു. എന്തോ നിസ്സാര കാരണം പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് പോയി. രാത്രിയിൽ പിടിച്ചുകൊണ്ട് പോയാൽ എനിക്കറിയാം പിന്നെ ഞാൻ വരില്ല എന്നെനിക്കറിയാം, അവരെന്നെ തല്ലിക്കൊല്ലും. അവൻ്റെ ഓർമ്മയിൽ, അവൻ്റെ അഭാവത്തിൽ, അവൻ്റെ നഷ്ടത്തിൽ ഞാൻ രാത്രി മുഴുവൻ കരഞ്ഞു. അതിനുശേഷം അവൻ്റെ ഓർമ്മയ്ക്കായി ഒരു വിരൽ ഞാൻ മുറിച്ച് കളഞ്ഞു. ആ അമ്മ വീണ്ടും പറഞ്ഞു, കുറേ നാൾ കഴിഞ്ഞ് രണ്ടാമത്തെ മകനെ തേടി വെള്ളക്കാട് പോലീസ് എത്തി. അവനെയും കൊണ്ടുപോയി. ഞാൻ 2ാമത്തെ വിരൽ മുറിച്ചു. 3ാമനെയും കൊണ്ടുപോയി 3ാമത്തെ വിരൽ മുറിച്ചു. എനിക്കങ്ങനെ 3 വിരൽ നഷ്ടപ്പെട്ടു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, 27 കൊല്ലം വെള്ളക്കാരൻ്റെ തടവറയിൽ കിടന്ന നെൽസൺ മണ്ടേലയെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങളെക്കുറിച്ചറിയാം, സഫറിങ്ങിനെക്കുറിച്ചറിയാം. പക്ഷേ ഇതുപോലെ ധാരാളം അമ്മമാർ, അവരുടെ സഫറിങ്ങാണ്, 3ാമത്തെ സഫറിങ്ങാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വിമോചനം നൽകിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദീസ് ആർ ദ 3 റിങ്സ് എസെൻഷ്യൽ ഫോർ, ഞാൻ സമയപരിധി കൊണ്ട് ഞാൻ ഇലാബറേറ്റ് ചെയ്യുന്നില്ല, അധികം ചെയ്യുന്നില്ല. സോ ദീസ് ആർ ദ 3 റിങ്സ് എസെൻഷ്യൽ ഫോർ എനി ഫാമിലി ലൈഫ്.